എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡിസംബർ 14-ാം തീയതി ബ്രേക്ക് ഔട്ട് ആയ വിത്ത് പോളിത്തോട് ബ്രേക്ക് ഔട്ട് ആയ 4 ഷെയർസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മ ആദ്യത്തെ ഷെയർ PGEL ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് PGEL ആണ് ആദ്യത്തെ ഷെയർ. അതിന്റെ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഗ്രാഫിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ഗ്രാഫിൽ നമ്മൾ നോക്കിയാൽ കാണാനായിട്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഓടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. ട്രെൻഡ് ലൈനെ ബഹുമാനിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയത്തോടു കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് വരും ദിവസങ്ങളിൽ ഈ ഷെയർ ഉയരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോ എഡ്ജ്, അതായത് നൗക്കറി എന്ന് പറയുന്ന അതാണ് അടുത്ത ഷെയർ നോക്കാനുണ്ട്. ഇൻഫോ എഡ്ജ് നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ഇൻഫോ എഡ്ജ് വന്നിട്ടുണ്ട്. ഇൻഫോ എഡ്ജ് നോക്കാം എന്തൊക്കെയാണ് ഇൻഫോ എഡ്ജിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഇൻഫോ എഡ്ജിന്റെ ചാർട്ട്. ഇൻഫോ എഡ്ജിലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. വിത്ത് വോളിയത്തോടുകൂടി കയറി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ട്രെൻഡ് ലൈന് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേസ് ബിൽഡിംഗ് നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ മുന്നത്തെ റെസിസ്റ്റൻസ് പോയിന്റ് കയറി, ആ റെസിസ്റ്റൻസ് പോയിന്റ് തന്നെ ഇവിടെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതായത് ഇവിടെ ഏകദേശം 2 പ്രാവശ്യം ഈ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് പോയിന്റ് മുന്നത്തെ ഈ റെസിസ്റ്റൻസ് പോയിന്റ് കയറാനായിട്ട് ഒരു പ്രാവശ്യം നോക്കി, പക്ഷെ അത് കയറാനായിട്ട് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് താന്ന് പിന്നെ രണ്ടാമത് പോയി പിന്നെ ചെറിയൊരു കൺസോളിഡേഷൻ വന്നതിന് ശേഷമാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു ചാൻസ് കാണുന്നുണ്ട്. വിത്ത് വോളിയത്തോടുകൂടി സമീപകാലത്ത് നടന്ന ഒരു നല്ലൊരു വോളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏകദേശം 6 മാസത്തിന് ശേഷം നടന്ന നല്ലൊരു വോളിയം. അപ്പൊ നല്ലൊരു രീതിയിൽ ഇത് കയറാൻ സാധ്യത വിത്ത് ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റെക്. അത് ഇവിടെ നമുക്ക് നോക്കാം. മാസ്റ്റെക് എങ്ങനെയുണ്ട്. മാസ്റ്റെക് അപ്പൊ ഇതാണ് മാസ്റ്റെക്കിന്റെ ചാർട്ട് ഉള്ളത്. അപ്പൊ ഈ ചാർട്ടിൽ നമ്മൾ നോക്കിയാലാണ് ഇന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും നല്ല വോളിയം തന്നെയുണ്ട്. ഇവിടെ നമുക്കൊന്ന് വരച്ചു നോക്കിയാലും ഉണ്ടാവും. ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയം താഴെ നല്ല വോളിയത്തോടു കൂടിയാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സമീപകാലത്ത് ഏകദേശം ഒരു 4, 5, 6 മാസത്തെ ഒരു കൂടുതൽ വോളിയം ഉണ്ട്. ആവറേജ് വോളിയത്തിനേക്കാളും നല്ലൊരു വോളിയം. ഇതാണ് ആവറേജ് വോളിയം പറയാം. ഇതിനേക്കാളും നല്ലൊരു വോളിയം ഉണ്ട്. പ്ലസ് നമുക്ക് നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈനെ ബഹുമാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ഒക്കെ ടച്ച് ചെയ്തിട്ട് ശേഷം കയറി ഒരു കൺസോളിഡേഷൻ വന്നു, നേരെ കയറിപ്പോയി. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരെ ഇവിടെ ഈ ഭാഗത്തായി. അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് TD പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഷെയറാണ്. അപ്പൊ ഇതാണ് TD പവർ സിസ്റ്റത്തിന്റെ ഗ്രാഫ്. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് വോളിയത്തോടുകൂടി. ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്യാൻ വന്നു, ഇവിടെ ടച്ച് ചെയ്യാൻ വന്നു, ടച്ച് ചെയ്യാൻ പറ്റിയില്ല, നേരെ വന്നു വിത്ത് വോളിയത്തോടുകൂടി. സമീപകാലത്ത് നടന്ന നല്ലൊരു വോളിയാണ് ഇന്ന് വന്ന വോളിയം. ഏകദേശം അത് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് ആ ട്രെൻഡ് ലൈന് 2 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു അപ്സൈഡ് മൊമെന്റം ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതാണ് 14-ാം തീയതി റെസിസ്റ്റൻസ് പ്ലസ് വോളിയത്തോടുകൂടി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഷെയറിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.